ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മിൽക്കാസ് ദം കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എഗ് റോസ്റ്റായിട്ടാണ്. നല്ല അടിപൊളി മുട്ടക്കറിയാണ്. നല്ല റോസ്റ്റായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അറിയാലോ, അപ്പത്തിൻ്റെ കൂടെയും നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറിയാണ്, മുട്ട റോസ്റ്റ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് നമ്മൾ 5 മുട്ട എടുത്തിട്ടുണ്ട്. 5 മുട്ട നന്നായിട്ട് പുഴുങ്ങാനായിട്ട് നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. അതിന് അത്യാവശ്യം വലിയ ഒരു സവാള എടുത്തിട്ട് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വലിയൊരു ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ 5-6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വേപ്പില ഉണ്ടെങ്കിൽ വേപ്പില ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ ആ സമയത്ത് വേപ്പില ഉണ്ടായിരുന്നില്ല. അപ്പം അറിയാലോ, അത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും സ്മെല്ലൊക്കെ നന്നായിട്ട് നമുക്കതിൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോഴേക്കും ഒരു പിടി ഉള്ളി നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. സവാളയും ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-2.5 ടേബിൾ സ്പൂൺ നിങ്ങളുടെ എരിവനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മസാലപ്പൊടി ആണെങ്കിലും നമുക്ക് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്, നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു 3 തക്കാളിയാണ് നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ളത്, ഒരുപാട് വലിപ്പമുള്ളതല്ല, അത്യാവശ്യം സാധാ വലിപ്പമുള്ള 3 തക്കാളി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങി മാറ്റിയ മുട്ടകൾ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ച് മാറ്റിയെടുക്കാം. ഇനി നമ്മളതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പോ 1/4 കപ്പോ നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ച മുട്ടകൾ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ആ മുട്ട ഒരു 4 സൈഡായിട്ട് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ മസാലകളും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രേവിയും അതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്, ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക്. ഇനി നമ്മൾക്ക് ഇത് ഒന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിക്ക് ഗ്രേവി ആയിട്ട് കണ്ടോ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മളിതിൽ സോസോ അതേപോലെ കോൺഫ്ലവറോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. നല്ല തിക്കായിട്ട് നല്ല ആവി പറക്കുന്ന നല്ല അടിപൊളി നല്ല മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവ് അതനുസരിച്ചൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻസൊക്കെ അറിയിക്കാം. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെയും ബൈ.